അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗ്രാമർ പാർട്ടിലോട്ട് കിടക്കുകയാണ് മക്കളെ, അല്ലേ? ഫസ്റ്റത്തെ ഗ്രാമർ പാർട്ടിൽ നമ്മൾ നമ്മുടെ സാർത്ഥകവാക്യമേ ബദലേ എന്നുള്ള ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു. ഇനി അടുത്തതാണ് പല്ലവൻ കരേ എന്നുള്ള ക്വസ്റ്റ്യൻ. മക്കളെ ഇത് 4 മാർക്കിന് ചോദിക്കാനാണേ, 4 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിട്ടുള്ളത്. ഇങ്ങനെ തരിക, കോഷ്ടകമേ ദിയേ ശബ്ദം കോ ചോടുകർ വാക്യ പല്ലവൻ കരേ. എന്താ പറയുന്നത്, ഈ ബ്രാക്കറ്റിൽ തന്ന ശബ്ദങ്ങൾ എന്താ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ വാക്യമൊക്കെ പല്ലവൻ കര, ആ ഒരു സെൻറ്റൻസിന് എന്ത് ചെയ്യുക, പല്ലവൻ കര. അപ്പോൾ നോക്കാം എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാട് ചുപകയെ മെഹമാൻ ആനയിലേക്ക്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഗ്രാമർ പാർട്ടിൽ പറഞ്ഞതന്നെ എനിക്ക് പറയുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡാണ് ക്വസ്റ്റ്യൻസൊക്കെ, പുറത്തൊന്നൊന്നുമില്ല. കാട് ചുപകയെ, കാടടിച്ചു, മെഹമാൻ ആനയിലേക്ക്, അതിഥികൾ വന്നു തുടങ്ങി. കൂടുതലൊന്നുമില്ലല്ലോ. ഷാദിക്ക് എന്നുണ്ട്, ഓർന്നുണ്ട്. എവിടേക്കാണ് ചേർക്കേണ്ടത്? എന്തൊരു എളുപ്പം, 4 മാർക്ക് എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് മേടിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഫസ്റ്റ് ഇങ്ങനെ എഴുതിക്കൂടെ, ഷാദിക്ക് കാട് എന്തായിരിക്കടാ, കല്യാണത്തിൻ്റെ കാടല്ലടാ അടിക്കുക. അതെ, അപ്പോൾ ഷാദിക്ക് കാട് ചപ്പകയെ മെഹമാനാനയിലേക്ക്, അതിഥികൾ വന്നു തുടങ്ങി. ഇനി ഓർ ചേർക്കണ്ടേ, ഓർ എവിടെ ചേർക്കുക? അതും എളുപ്പമാണ്, ഒരു കോമട്ടിക്കുന്നില്ല അവിടെ. അപ്പോൾ ഷാദിക്ക് കാട് ചപ്പകയെ ഓർ മെഹമാനാനയിലേക്ക്. ടീച്ചേ, ഇത്രേനല്ലുള്ളൂ, ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും ചിരിക്കാനില്ല എൻ്റെ മക്കൾക്ക്. അടുത്തത് രണ്ടാമത്തത്, എക് ഷഹരി ലഡ്കേക്ക് സാത്ത് ഗൈ. എക് ഷഹരി ലഡ്കേക്ക് സാത്ത് ഗൈ, എന്ത്, ഒരു പട്ടണ പയ്യൻ്റെ കൂടെ പോയി. ആര് പോയി, എന്ത് പോയി, അതാണ് പറയുന്നത്. വഹ് അല്ലേ, വോ എക് ഷഹരി ലഡ്കേക്ക് സാത്ത് ഗൈ. ആര്, നമ്മുടെ മുർക്കി, ഓർമ്മണ്ട, മുർക്കി പുലാക്കിത്തിയാണിത്. വോ എക് ഷഹരി ലഡ്കേക്ക് സാത്ത് ഗൈ, എങ്ങനെ പോയി, അതാണ് പറയുന്നത്. ഓ എക് ഷഹരി ലഡ്കേക്ക് സാത്ത് ഭാഗ് ഗയി, ഒളിച്ചോടിപ്പോയി. മനസ്സിലായല്ലോ? ഈ ഗയിനുള്ളപ്പം ഓ ചേർക്കില്ലല്ലോ, അല്ല, ഭാഗ് ഗയി എന്നാണ് ചേർക്കുക. ഓടിപ്പോയി, ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. ഇതൊക്കെ സെൻറ്റൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരണം. അതൊക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത മൂന്നാമത്തെയാണ്, ഓ ദയാലു വ്യക്തി സേ രാഖാ ഭാടാലേക്കറായി. ഇതും നമ്മുടെ മുർക്യൂഫ് പുലാക്കിയത്തെ അല്ലേ. ഒരു ദയാലു വ്യക്തിയുടെ അടുത്ത് നിന്ന് എന്താണ്, വഴിച്ചെലവിനുള്ള അത് വാങ്ങിയിട്ട് തിരിച്ചെത്തി എന്നാണ് അല്ലേ. ലേക്കറായി വന്നു. ആര്, അതാ പറയുന്നത്. ഏക്കും ലൗട്ടും അത് ചേർക്കണം. ഏക്ക് എവിടെ ചേർക്കുക, ഏക്ക് എവിടെയാവും, ഏക്ക് ദയാലു വ്യക്തി സേ രാഖാ ഭാടാലേക്കറായി. നീ ലൗട്ട് ഉണ്ടല്ലേ, എങ്ങനെ തിരിച്ചെത്തി എന്നല്ലേ പറയുന്നത്, വഴിച്ചെലവിന് അത് വാങ്ങി തിരിച്ചെത്തി എന്നല്ലേ. യെസ്, അപ്പോൾ അവിടെ ചേർക്കുക. ഓ ഏക്ക് ദയാലു വ്യക്തി സേ രാഖാ ഭാടാലേക്കർ ലൗട്ടായി, തിരിച്ചെത്തി. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ നോക്കി, ഓ ആത്മീ ന ഹോക്കർ എക്ക് പീർ ഹേ. മനുഷ്യനല്ല, ഒരു സന്യാസിയാണ്. ആര്, അതാണ് ചേർക്കേണ്ടത്. സാധാരണ എന്ന് ചേർക്കണം. ഭടുക്കാവുക, അല്ല, അലഞ്ഞു തിരിയുന്നതാണ്. നമുക്കറിയാം ഭടുക്കാവുക പീറിലാണിതെന്ന്. ഇനി ബാക്കിയൊന്നും പറയണ്ടല്ലോ. ഓ ആം ആദ്മീന് ഹോക്കർ എക്ക് പീർ ഹേ, എങ്ങനെയുള്ള പീറ്, അതാണ് അടുത്തത് ചേർക്കേണ്ടത്. അതാണ് ഭടുക്കാവുക എന്നുള്ളത്. ഓ ആം ആദ്മീന് ഹോക്കർ എക്ക് ഭടുക്കാവുക പീർ ഹേ, അതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സന്യാസിയെ വിശേഷിപ്പിക്കുകയാണ് അല്ലേ, അലഞ്ഞു തിരിയുന്ന സന്യാസിയാണ് എന്നുള്ളത്. ടീക്കേ, മനസ്സിലായല്ലോ? കൂടുതലൊന്നുമില്ല. ഇനി അഞ്ചാമത്തെയാണ്, ദർജനവും ബാർ സ്കൂട്ടർ രോക്ക് കർ പാനി പിലായ. ഒരുപാട് പ്രാവശ്യം സ്കൂട്ടർ നിർത്തിയിട്ട് പാനി കൊടുത്തു അല്ലേ. അപ്പോൾ ഉസ്നയും ചേർക്കണം, രാഹഗീരവും കോ, വഴിയാത്രക്കാർക്ക് എന്നുള്ളതും ചേർക്കണം. എളുപ്പല്ലേടാ, അതും ഈ ചാപ്റ്ററത്തെയാണ്. ഓ ഭടുക്കാവുക പീർത്തിയല്ല. ഉസ്നെ ദർജനവും ബാർ സ്കൂട്ടർ രോക്ക് കർ പാനി പിലായ. ഒരുപാട് പ്രാവശ്യം സ്കൂട്ടർ നിർത്തിയിട്ട് വെള്ളം കൊടുത്തു. അടുത്തത്, ഉസ്നേ ദർജനവും ബാർ, ആർക്കാണ് വെള്ളം കൊടുത്തത്? യെസ്, അതാണ് സ്കൂട്ടർ രോക്കൊക്കെ രാഹഗീരവും കോ പാനി പിലായ, വഴിയാത്രക്കാർക്കാണ് വെള്ളം കൊടുത്തത്. മനസ്സിലായല്ലോ? കൂടുതലൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് ഗ്രാമർ പാർട്ട് 2 ആയിട്ടാണ്. ഇതാണപ്പോൾ ഫസ്റ്റ് നമ്മൾ സാർത്ഥകവാക്യമേ ബദൽ ഒരു വീഡിയോ ചെയ്തു, കാണാത്തവർ പോയി കാണുക കേട്ടോ. ഇതൊക്കെ നാളത്തെ എക്സാമിന് ഷുവറാണ്. ഇതൊന്നും വന്നില്ലെങ്കിൽ എന്നോട് പറയട്ടോ. ഇനി രണ്ടാമത്തത് പല്ലവൻ കരേ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ, അതാണിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി അടുത്ത ഗ്രാമർ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. നിങ്ങളൊന്ന് കണ്ടോളൂ അത് പോയിട്ട്.